ഇത് കണ്ണാടി വെച്ച കണ്ണാടി മാമി അയ്യോ കേട്ടോ. നമ്മളിങ്ങനെ കൂളായിട്ട് ഇങ്ങനെ പറയുന്നു. എന്നാ എന്നെ കുറിച്ച് പറഞ്ഞേ, എന്നെ കുറിച്ച് പറ. ഒരു സ്ക്രിപ്റ്റ് വേഗം ഉണ്ടാക്കി പറ. തോപ്രാംകുടിയുടെ അടുത്തുള്ള എറണാകുളത്ത് നിന്നും ലുലുമാളിന്റെ അടുത്തുള്ള ചായക്കട രമണൻ ചേട്ടന്റെ അവിടെ നിന്ന് നമ്മളെ കാണാൻ വന്ന ഏലക്ക അമ്മായിയുടെ കൊച്ചുമകൾ കണ്ണാടി മാമി ഇതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാ. ഇന്റർവ്യൂ അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകാശത്തെത്തോ ഇല്ല, ഇനിയിപ്പോ വിമാനത്തിലൊക്കെ കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. KFC കൊണ്ടുവന്നോ? അതെന്താ ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിച്ചിട്ടില്ല. എങ്ങാനും ലുലുമാളിയുടെ വല്ല കിട്ടിയാലോ. നമ്മളിവിടെ അങ്ങനെ സംഭവം ഇല്ലല്ലോ, നമ്മള് ഗ്രാമമല്ലേ, അപ്പം ഇങ്ങനത്തെ കടകളൊന്നും ഇല്ല. അപ്പം ഒരു ചേട്ടാ എന്നോട് പറഞ്ഞു കൊണ്ടുതരാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഞായറാഴ്ച വരുമെന്നാ പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ, യൂട്യൂബർമാരും അല്ലെങ്കിൽ എന്താ പറയാ കുറെ വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ അല്ലാതെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ തന്ന് സഹായിക്കുന്നത് കൂടെ അല്ലാതെ ഇപ്പൊ അവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക സാധനങ്ങളോ അല്ലെങ്കിൽ അത് തന്നിട്ട് വീഡിയോ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിനോട് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ എന്താ അതിന്റെ അഭിപ്രായം? അതായത് നമുക്ക് ഒരു സാധനം എന്ന് പറയുമ്പോൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം സന്തോഷമാണ്. കാരണം നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ ഒന്ന് രണ്ട് ഉടായിപ്പ അമ്മാവന്മാരുണ്ട്, അവർ പറയും വീഡിയോ ചെയ്യ്, ഞാൻ പൈസ തരാമെന്ന്. പക്ഷെ വീഡിയോ ചെയ്ത് ഇട്ട് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിലോ അല്ലെ യൂട്യൂബിലോ അതിനകത്തെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ഈ കുറച്ച് ഊള അമ്മാവന്മാർ പറയും പൈസ ഇല്ല കേട്ടോ, ഞാൻ ചേച്ചിയുടെ കടയിൽ കൊടുത്തേക്കാന്ന്, അതാ താഴത്തെ കടയിൽ കൊടുത്തേക്കാന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് അഭിനയം പോയി. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറ്റിയതാണ്. ഉടായിപ്പ് അങ്ങനെ ആളുകൾ പറ്റിച്ചിട്ടുണ്ടോ? പിന്നെ മെസ്സേജുകൾ വരാറില്ലേ? അതുകൊണ്ട് എന്തെങ്കിലും കോമഡി ആയിട്ട് തോന്നുന്ന കോമഡി അല്ല, എല്ലാരും ബർത്ത്ഡേ വിഷ് പറയാനാ പറയുന്നത്. നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇൻസ്റ്റ ഇടാന്ന് പറയുമ്പോഴത്തേക്കിന് എനിക്ക് വലിയ എഡിറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അന്നേരം ചുമ്മാ വീഡിയോസ് ഇറക്കുന്നു. അത് എന്നും പറയുന്ന പോലെ ഇപ്പം പീലാക്കണ്ടി ആശാന് ഇന്ന് ബർത്ത്ഡേ ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞ സംഭവം ഇറക്കുവാണെങ്കിൽ അതിനകത്ത് ഒന്നും കിട്ടത്തില്ല. നമുക്ക് ഇങ്ങനെ ചുമ്മാ ഓരോ സംഭവങ്ങൾ ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. നമുക്ക് പൈസക്ക് വേണ്ടിയല്ല, ജസ്റ്റ് ഒരു മറ്റൊരാളുടെ ഒരു സന്തോഷം നമ്മളിങ്ങനെ സംഭവം ചെയ്യുന്നു. ഇപ്പം അതേപോലെ തന്നെ എന്നാ പറയാ, തേങ്ങ വെട്ടി അച്ഛൻ അങ്ങനെ അയ്യോ അത് പോയി കേട്ടോ, അമ്മാവെന്ന് പറയാൻ വന്ന പോയി, ഡിലീറ്റ് ചെയ്യണം. അച്ഛനാക്കി ശരിക്കും പറയാൻ ഉദ്ദേശിച്ചത് അമ്മാവെന്നായിരുന്നു. അത് പെട്ടെന്ന് എനിക്കിങ്ങനെ ടെൻഷൻ, ഇതെങ്ങനെ ആദ്യമായിട്ടൊരു അതിനിപ്പോ ഭയങ്കര എന്താ പറയാ, എപ്പോഴും പരിചയമുള്ള ഒരു സ്ഥലത്തല്ലേ നിക്കണേ. നമ്മൾ വേറെ എങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. ഏലത്തോട്ടങ്ങളാണ് ഇഷ്ടം, ഏലത്തോട്ടത്തിന്റെ ഇടയിൽ തന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. സന്തോഷായില്ലേ? പക്ഷെ എന്നാലും അമ്മയൊക്കെ എന്താ പറയണേ? ഇപ്പൊ അമ്മയാണേലും ബന്ധുക്കാരാണേലും എല്ലാവരും സപ്പോർട്ടാണ്. ഇതിനെ പറ്റി അറിയത്തില്ലല്ലോ ആർക്കും, എങ്ങനെ പെട്ടെന്ന് വൈറലാകുമെന്നോ അല്ലെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അതായത് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി വരുമെന്നോ ആർക്കും അറിയത്തില്ല. അടുത്തുള്ളവർക്കാണേലും പണ്ടൊക്കെ അങ്ങനെ സംഭവം ഇല്ലായിരുന്നു. ഈ യൂട്യൂബിൽ ചുമ്മാ വീഡിയോസ് ഇറക്കുന്നു, അന്നേരം കളയുന്നു, ഇതൊക്കെയായിരുന്നു പരിപാടി. ഇപ്പൊ ഒന്ന് ഇതായപ്പോഴത്തേക്കിനും ആൾക്കാർക്കൊരു സന്തോഷമാണ്. പിന്നെ അടുത്തുള്ളവരെയൊക്കെ ഇപ്പൊ സപ്പോർട്ടാണ്. പിന്നെ ഓഞ്ഞ ഗ്രാമം കൂട്ടാറ്, ഇപ്പൊ കൂട്ടാറിന് കൂട്ടാറായി. ഈ ഇപ്പോഴും തൊഴിലുറപ്പിനൊക്കെ പോകുന്നില്ലേ? ഇപ്പൊ നമ്മള് നിർത്തണം, നാണക്കേടായി. അല്ല ഇനിയിപ്പോ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയ കുഴപ്പമില്ല, നിർത്തണം, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അല്ലേ? ഇപ്പൊ തൊഴിലുറപ്പിന് ഇപ്പോഴും പോകുന്നുണ്ടല്ലോ, അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ എന്താ പറയുന്നേ? അപ്പം അവരെല്ലാം സെലിബ്രിറ്റിയാണ് തൊഴിലുറപ്പുകാരുടെ. നമുക്കല്ലേ അറിയത്തുള്ളൂ, അവർക്ക് അറിയത്തില്ലല്ലോ. പ്രായമായിട്ടുള്ള അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ അല്ലേ, അവർക്കൊക്കെ ഫോൺ വലിയതായിട്ടില്ലല്ലോ, ടച്ച് ഫോൺ അങ്ങനെ സംഭവമൊന്നും ഇല്ലല്ലോ. നമ്മള് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പറയും, വീഡിയോ കാണും, മേറ്റാണേലും വീഡിയോസ് എല്ലാം കാണും, ഫോണിന്ന് സപ്പോർട്ടാണ്, അതൊക്കെ ഉള്ളൂ. പിന്നെ ഇതിനും പോയില്ലെങ്കിൽ കഞ്ഞി കുടിക്കണ്ടേ? ഇപ്പോ എന്താ പറയാ, അമ്മയ്ക്ക് സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അമ്മ വീഡിയോന് നിക്കുന്നില്ല എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നാണാണോ അതോ നമുക്ക് താല്പര്യം? അല്ല, നമുക്ക് ഇഷ്ടമല്ല, വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. എന്തായാലും വീട് വെക്കുമ്പോഴാട്ടെ, വീട് വെക്കുമ്പോഴേ അമ്മീന് വരുള്ളൂ അല്ലേ? അമ്മ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, ഇപ്പൊ ഈ ഒരു സെറ്റപ്പും ഇതൊക്കെ ഇതാണ് പ്രശ്നം. നമുക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉള്ള എനിക്ക് അതേ പറയാനുള്ളൂ, നമ്മൾ ഇല്ലായ്മയിൽ നിന്നും കയറി വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല്, കണ്ടവന്റെ പറമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല്, അതൊക്കെയാണ് എന്നെ ഇതാക്കുന്നത്. ഇപ്പോ ഇനി തുടർന്ന് പഠിക്കണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ചേട്ടാ ഇതൊക്കെ തെറ്റായി പോയോ? അല്ല ഇത് കളയില്ല കേട്ടോ, ഇട്ടേക്കണം. എന്റെ
അതായത് ഉം. എനിക്ക് ഇനി പഠിക്കണമെന്നൊന്നുമില്ല. കാരണം BA കഴിഞ്ഞു. ഉം. ഇനിയിപ്പം ഈ ഫീൽഡ് ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റുവാണെങ്കിൽ രക്ഷപ്പെടുക. പിന്നെ ഒരു ചിരി പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അവിടെ ചെന്നിട്ട് ആകപ്പാടെ വരുന്ന കമൻ്റ് എന്ന് പറയുമ്പോൾ തീ പോലത്തെയും പിന്നെ മഴയുടെ ഇതൊക്കെ എനിക്ക് കമൻ്റായിട്ട് വരുന്നുള്ളൂ. ഉം. ഇതൊക്കെ വെച്ച് ഞാൻ അവിടെ ചെന്ന് എന്നാ പറയാനാ? അല്ല, എന്തെങ്കിലും സഹായങ്ങൾ അവിടെ നിന്ന് കിട്ടുമായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ പോണം, സ്റ്റേജിൽ പെർഫോം ചെയ്യണം, കുറച്ച് ആൾക്കാരും കൂടെ അറിയണം, അങ്ങനെയൊക്കെ തോന്നിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണ് കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. ഈ TV മാത്രം കാണുന്ന കുറെ ആളുകൾ വേറെയുണ്ട്. അവരുടെയൊക്കെ ഒരു മുത്തുമണി ആവണ്ടേ? അപ്പം കണ്ടന്റ് ഇല്ലല്ലോ. ആ. നമ്മളവിടെ ചെന്നിട്ട് ചുമ്മാ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ ആയതും ഇതും എല്ലാം പറഞ്ഞിട്ട് എന്നാ പറയും? അവിടെ ചെന്നിട്ട് ഓരോ സംഭവങ്ങൾ പറയണ്ടേ, സ്ക്രിപ്റ്റായിട്ട് പറയണമല്ലോ. ഉം. അപ്പോൾ ഞാൻ ഈ ഇടുക്കി കൂട്ടാറിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വരുവാന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ചെപ്പക്കുറ്റി ആശാനൊക്കെ എന്നെ നോക്കി ചിരിക്കത്തേ. എനിക്ക് ഈ റിജാസ് ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനുള്ള ആ ഒരു ആ, കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ ചെയ്യാറ്? അത് രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, അന്നേരം നേരെ പണിക്ക് പോകാനും പിന്നെ അതേപോലെ ഞാൻ വീഡിയോ അന്നേരം എൻ്റെ കൈ എന്ത് കിട്ടുന്നു ആ സംഭവം അന്നേരം ഞാൻ പറയും. അതായത് നമ്മളിപ്പോൾ ഫോണിൽ നോക്കുമല്ലോ, ഒന്നും കിട്ടുന്നില്ല, അതന്നേരം മാറ്റി വെക്കും. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ കറിയാണെങ്കിൽ മീൻ കറിയാണെങ്കിൽ മീൻ കറിയെ പറ്റി ഞാൻ പറയും. അത് ഇന്ന് ഈ ഈ കുഴിവെട്ടി അമ്മാവൻ്റെ അവിടെ നിന്ന് മീൻ കറി എങ്ങനെ വെക്കാം എന്നൊക്കെ പറഞ്ഞ സംഭവം ആദ്യമേ നമ്മൾ ഇഞ്ചിയും കുറച്ച് ഏലക്കായും കുരുമുളകും പിന്നെ അതേപോലെ പച്ചക്കറിയെല്ലാം വെച്ച് പിന്നെ ഉണക്ക വെള്ളത്തിൽ ഇങ്ങനെ ഓരോ സമയം കയ്യിൽ നിന്നിട്ട് പറയുന്നു. അങ്ങനെ മാത്രമേ പറയുള്ളൂ. ഈ കൈന്നിട്ട് പറഞ്ഞിട്ടേ എന്തെങ്കിലും സംഭവം സീരിയസ് ആയിട്ട് മാറാറുണ്ടോ? ഉണ്ട്. ആ, എൻ്റെ ഒരു വീഡിയോയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കടം കൊടുക്കുന്ന ഒരു സംഭവം ഇറക്കിയായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത് ഒരു ആക്രിക്കടയുണ്ട്. അപ്പം ആ പുള്ളിയുടെ പേര് പറഞ്ഞായിരുന്നു. അതായത് നമ്മളിങ്ങനെ ഓരോ സംഭവം കയ്യിൽ നിന്നിട്ട് പറയുമ്പോൾ നമ്മൾ അത് നോക്കുന്നില്ല, വേറെ ഒന്നും നോക്കുന്നില്ല. ആക്രിക്കട ഇങ്ങനെ അങ്ങനെ ഇത് ഓരോ സംഭവം കയ്യിൽ നിന്നിട്ട് പറയുകയാണ്. അത് പറഞ്ഞപ്പോഴത്തേക്കിന് ആ പുള്ളിയുടെ മകൻ കണ്ട് എന്നോട് ചോദിച്ചു അതെന്നാന്ന്. ഞാൻ പറഞ്ഞു ഡിലീറ്റ് ചെയ്യാന്ന്. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സാധനം ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? അത് ചെറിയ പ്രശ്നമാണ്. ഇൻസ്റ്റ ഇട്ട് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ പോലും എനിക്കറിയത്തില്ല. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ വഴിക്കേ പോയിട്ടില്ല. അപ്പൊ ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ടൊക്കെ ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ എല്ലാവരും പള്ളിയിലും സപ്പോർട്ടാണ്. ഞാൻ എവിടെ പോയാലും വീഡിയോ ഫോട്ടോ എല്ലാം എടുക്കും. അത് നമുക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മെമ്മറി ആയിട്ട് അത് സൂക്ഷിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണോ? അതായത് ഇപ്പൊ പുറത്തെവിടെയെങ്കിലുമൊക്കെ യാത്രകളൊക്കെ പോയി കഴിഞ്ഞാല് അത് അങ്ങനെയൊക്കെ മെമ്മറീസ് ഒക്കെ സൂക്ഷിച്ച് അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് 10 ആൾക്കാരൊക്കെ കാണിച്ചു കഴിയുമ്പോൾ ഒരു സമാധാനം അല്ലേ? എനിക്കതേ ഉള്ളൂ. ഞാൻ ഒന്നും ഞാൻ പണ്ട് കണ്ണൂർ പോയ വീഡിയോസും അതേപോലെ അങ്ങനെ ഓരോ സംഭവങ്ങൾ യൂട്യൂബിലുണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേനും മൂന്നാർ യാപ്പ് റോഡ് വരെ പോയി. അതെല്ലാം കയ്യിൽ ഇങ്ങനെ സേവാക്കി വെച്ച് പിന്നെ ആണെങ്കിലും കാണാമല്ലോ. നമ്മൾ ആരോടും ഒന്നും ചോദിക്കണ്ടല്ലോ. അല്ലെങ്കിൽ മെമ്പർ കാർഡ് വാങ്ങിച്ച് അതൊക്കെ സേവ് ആക്കിയിട്ട് അടുത്തുള്ള കടയിൽ പോയിട്ട് ഇങ്ങനെ അതിൽ നല്ല സ്വന്തമായിട്ട് ഫോണിൽ തന്നെ സേവ് ആക്കി വെക്കാമല്ലോ എന്നോർത്ത് ചെയ്യുന്നു. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ റിജാസിന്? ഫ്രണ്ട്സ് ഇത്ര നാളും വലിയ ആരുമായിട്ട് അങ്ങനെ കമ്പനി അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ പണിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീഡിയോ ചെയ്യുന്നു, ഫോൺ മാറ്റി വെക്കുന്നു. പിന്നെ ഇത് തന്നെ. ഫ്രണ്ട്സുമായിട്ട് വലിയ ഇതില്ല. അതെന്താ അങ്ങനെ ഒതുങ്ങിക്കൂടാനുള്ള ഒരു റീസൺ എന്താ? അത് ഞാനും അമ്മയേ ഉള്ളൂ. അഥവാ എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഞാനല്ലേ ഉള്ളൂ. ആകെപ്പാട് 5 തന്നെ പാറയാ. ഇതും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകും? ഒക്കെയാണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇങ്ങനെ ബാക്കിയുള്ളവരൊക്കെ പോകുന്ന പോലെ എന്താ പറയാ പുറത്തൊക്കെ പോയി സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ കമ്പനിയൊക്കെ അടിച്ചിരിക്കാനായിട്ട് താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണോ? അല്ല, താല്പര്യമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വണ്ടി സൗകര്യം അതും ഇതെല്ലാം ഉണ്ട്. നമുക്ക് മാത്രം ഇങ്ങനെ ആൾക്കാരുമായിട്ട് ഒന്ന് കാണുന്നു, സംസാരിക്കുന്നു, അന്നേരം പോകുന്നു. ഇത് തന്നെ, ഇത് മതി. കാരണം വലിയ കുഴിയിൽ ചെന്ന് ചാടുന്നതിനെക്കാട്ടും നല്ല സ്വന്തമായിട്ട് സ്വന്തം കാര്യം നോക്കി വീട്ടിൽ ഇരിക്കുകയാണ് അതാ ഏറ്റവും നല്ലത്.